നിങ്ങൾക്ക് അടിക്കടി കാലില് കയ്യില് തരിപ്പ്, അതേപോലെ തന്നെ പുകച്ചിൽ, ഒരു ബേണിംഗ് സെൻസേഷൻ, ചില സമയങ്ങളിൽ ക്ഷീണം, കോൺസെൻട്രേഷൻ കുറവ്, ഓർമ്മക്കുറവ് എന്നിവയൊക്കെ തോന്നാറുണ്ടോ? വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി ആയിരിക്കാം അതിന് കാരണം. പ്രധാനമായിട്ടും വൈറ്റമിൻ B12 എന്താണ് ചെയ്യുന്നത്? നമ്മുടെ ബ്രെയിൻ സെൽസ്, നമ്മുടെ റെഡ് ബ്ലഡ് സെൽസ്, അതേപോലെ തന്നെ നാഡികളുടെ പുറത്തുള്ള പ്രൊട്ടക്ഷൻ ലെയറിന്റെ പേരാണ് മൈലിൻ ഷീത്ത് എന്നുള്ളത്. ഇതെല്ലാം ശരിയായിട്ട് കൊണ്ടുപോകുന്നതിനും അതിന്റെ ബെറ്റർ ആയിട്ടുള്ള അതിന്റെ പ്രവർത്തനങ്ങൾക്കും വൈറ്റമിൻ B12 അത്യാവശ്യമാണ്. അപ്പോൾ വൈറ്റമിൻ B12 കുറയുന്ന സാഹചര്യത്തിൽ അതിന് ഡാമേജ് ഉണ്ടാവുകയും തുടർന്ന് നിങ്ങൾക്ക് ബേണിംഗ് സെൻസേഷൻ, ചില സമയങ്ങളിൽ വലിച്ചിൽ പോലത്തെ വേദന, തരിപ്പ് എന്നിവ കാണപ്പെടുന്നു. ആർക്കാണ് ഇത് കൂടുതലായിട്ട് ഉണ്ടാകുന്നത്? പ്രധാനമായിട്ടും വെജിറ്റേറിയൻസ്. കാരണം പാല്, മീന്, മുട്ട, ഇറച്ചി ഇതൊക്കെയാണ് ഇതിന്റെ മെയിൻ സോഴ്സ്. അപ്പൊ അത് കഴിക്കാത്ത ആളുകളിൽ കൂടുതലായിട്ട് ഇത് കണ്ടുവരാൻ ഒരു സാധ്യതയുണ്ട്. അതേപോലെ വയറിൽ അസ്വസ്ഥതയുള്ള ആളുകൾ, ഭക്ഷണം കഴിച്ച ഉടനെ വയറ്റിന് പോകണം എന്ന് തോന്നലുള്ളവർ, ഗ്യാസ് ഉള്ളവർ, പ്രത്യേകിച്ച് ആന്റാസിഡ് പോലുള്ള മെഡിസിൻസ് എടുക്കുന്നവരിൽ ഈ ഒരു പ്രശ്നം കണ്ടുവരാറുണ്ട്. ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് ഉള്ള ആളുകളിലും വയറിന്റെ അസ്വസ്ഥത കൊണ്ട് തന്നെ ഈ ഒരു പ്രവണത വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി കണ്ടുവരാറുണ്ട്. അതിന്റെ അബ്സോർപ്ഷൻ ശരിയാവാതെയും ഒത്തിരി പേർ ഈ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. 40 വയസ്സ് കഴിഞ്ഞവരിൽ മാത്രമാണ് ഇതിൽ കൂടുതലായിട്ട് നമ്മുടെ ലക്ഷണങ്ങൾ ഇതിൽ കാണിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ആളുകൾ എന്ത് ചെയ്യണം? ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ, അതായത് തരിപ്പ് പോലെയോ ക്ഷീണോ ഒക്കെയുള്ള ആളുകൾ പ്രത്യേകം ബ്ലഡ് ടെസ്റ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി ഉണ്ടോ എന്ന് മനസ്സിലാക്കുകയും തുടർന്ന് നമ്മൾ എന്ത് ചെയ്യണം? പ്രധാനമായിട്ട് നമ്മുടെ വൈറ്റമിൻ B12 അബ്സോർപ്ഷനിലാണ് പ്രശ്നമെങ്കിൽ നിർബന്ധമായും നിങ്ങൾ പ്രകൃതം അനുസരിച്ചുള്ള ഹോമിയോ ഗുളികകൾ എടുക്കണം. അതേപോലെ തന്നെ ഇത് ഏതിലൂടെയാണ് നമുക്ക് കിട്ടേണ്ടത്? മീന്, മുട്ട, ഇറച്ചി ഇങ്ങനെയൊക്കെയുള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക. ഇനിയിപ്പോൾ വെജിറ്റേറിയൻസ് ആണെങ്കിൽ ഫോർട്ടിഫൈഡ് ഫുഡ്സ്, പലതരത്തിലുള്ള പാല് അല്ലെങ്കിൽ സീരിയൽസിലൊക്കെ ഫോർട്ടിഫൈ ചെയ്ത് വൈറ്റമിൻ B12 ഒക്കെ വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഭക്ഷണത്തിൽ ആഡപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കുക. എന്നിട്ടും കൂടുന്നില്ല എങ്കിൽ സപ്ലിമെന്റുകൾ, വൈറ്റമിൻ B12 സപ്ലിമെന്റുകൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇതാണ് പ്രധാനമായിട്ടും ചെയ്യേണ്ടത്. അതിന്റെ പുറമെ നമ്മൾ കറക്റ്റ് ആയില്ലേ എന്നുള്ളത് ഒരു 6 മാസം കൊണ്ട് തന്നെ ഇതിന്റെ അബ്സോർപ്ഷനും അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ വൈറ്റമിൻ B12 ശരിയായില്ലേ എന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കുകയും വേണം. ഇങ്ങനെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരമാകുന്നു എങ്കിൽ ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയ്ക്കായി കാത്തിരിക്കുക. താങ്ക്